യെസ്, അനുദിനം തെരഞ്ഞെടുപ്പ് അജണ്ട പ്രചാരണ വിഷയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJP CPM ബാന്ധവം, ഒപ്പം CPM DYFI ബാന്ധവം ഡീൽ, ഇതൊക്കെ പറഞ്ഞ് UDF ഉന്നയിച്ച ആരോപണങ്ങളിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അജണ്ടയും പ്രചാരണ വിഷയവും. പക്ഷേ പൊടുന്നനെ CPM ഒന്ന് കളം മാറ്റി ചവിട്ടുന്ന ഒരുപക്ഷെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ കെൽപ്പുള്ള ഒരു വിഷയമാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി. അതെങ്ങും എത്തിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു തറക്കല്ലിട്ട് പോയതൊഴിച്ചാൽ അവിടെ നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ, കോൺഗ്രസിന്റെ വീടുകൾ എവിടെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടൊരു FB പോസ്റ്റ് ഇടുന്നു. അതിന്റെ ചുവട് പിടിച്ച് ഇന്ന് DYFI പ്രവർത്തകർ V വസീഫിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി സൈറ്റിലെത്തി അവിടെ കുടിൽ കെട്ടി സമരം നടത്തുന്നു. തങ്ങളുടെ ഭൂമിയിലെങ്ങാനും അനുവാദമില്ലാതെ കയറിയിൽ അടിച്ചോടിക്കുമെന്ന് VD സതീശൻ തിരിച്ചടിക്കുന്നു. TJ ഐസക് DCC പ്രസിഡന്റ് പറയുന്നു അവിടെ തൊട്ടപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭവന പദ്ധതി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടും ആർക്കും അവിടെ കയറി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ബാക്കിയുണ്ട്. അത് മറച്ചുവെക്കാൻ, ആ ജാള്യത മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ്. അപ്പോൾ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാക്പോര് കടുക്കുകയാണ്. അതാണ് നമ്മൾ പോൾ അജണ്ടയിൽ കാണാൻ പോകുന്നത്. ആദ്യം ആ പ്രതികരണങ്ങൾ നിന്ന്. അവിടെ പണി തുടങ്ങി കേട്ടോ. ആരാ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, പണി തുടങ്ങി എന്ന് അദ്ദേഹം വാശി പിടിച്ച് പറയാ. ഈ പുറകിൽ കാണുന്നതല്ലേ സ്ഥലം, ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നില്ല. ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് DYFI. അടിച്ചോടിക്കവർക്ക് ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന്, നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്താൽ അവിടെ നിന്ന് അടിച്ചോടിക്കും. അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആള് താമസമുണ്ടോ? വലിയ പ്രചരണങ്ങൾ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ ഭവന പദ്ധതിയിൽ, ഭവന സമുച്ചയത്തിൽ ഇന്ന് ഒരാൾ പോലും താമസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഭവന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അവിടെ യാതൊരു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തിയത്, അവിടെ ആളുകൾ താമസിക്കുന്നില്ല എന്നുള്ള വിവരം മാധ്യമങ്ങളുടെ പുറത്തു വന്നപ്പോൾ അതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് DYFI ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വരുന്നത്. യെസ്, അപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു പ്രധാന ആയുധമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിട്ടത്. വയനാട്ടിലെ നിങ്ങളുടെ വീടെവിടെയെന്ന് FBയിലൂടെ ചോദിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച് ഇന്നിപ്പോൾ DYFI പ്രവർത്തകർ കോൺഗ്രസിന്റെ സൈറ്റിലെത്തുന്നു. അവിടെ കുടിൽ കെട്ടി സമരം നടത്തുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടി വരുന്നു. TJ ഐസക് DCC അധ്യക്ഷൻ പറയുന്നത് അപ്പുറത്തെ ജാള്യത മറച്ചുവെക്കാനാണ് ഇപ്പുറത്തെ കുടിൽ കെട്ടി സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ഇനി 12 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വയനാട്ടിലേക്ക് ഈ പ്രചാരണ അജണ്ട തിരിച്ചുവച്ചത് കോൺഗ്രസിനും UDFനും LDFനും തിരിച്ചടിയാകുമോ? കൂടുതൽ തിരിച്ചടി ആർക്ക് നൽകും എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. മുഹമ്മദ് അസ്ലം അതിൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുകയാണ്. അസ്ലം, ഇതിലിപ്പോൾ ഈ BJP CPM അജണ്ട, ഒപ്പം SDPI CPM അജണ്ട എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ വലിയ പ്രചാരണ വിഷയങ്ങൾ, ആരോപണങ്ങളായി UDF ഉയർത്തുന്നതും ഒരുപക്ഷെ LDFും CPMും പ്രതിരോധത്തിലാവുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പക്ഷെ പൊടുന്നനെ ഒരു പുതിയ വഴിയിലേക്ക്, ഒരുപക്ഷെ ചുരം കയറി വയനാട്ടിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയെ മാറ്റി നിശ്ചയിക്കാൻ മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ DYFIക്കാർ അവിടെ എത്തുന്നു. പക്ഷെ അത് നിശ്ചയമായും കോൺഗ്രസ് അവിടെ പ്രതിരോധത്തിലാവുന്നുണ്ട്. കാരണം ഇതുവരെ അവിടെ നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ TJ ഐസക് DCC അധ്യക്ഷൻ പറയുന്നത് തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയ വീടുകളിൽ ഒരെണ്ണത്തിൽ പോലും ഇപ്പോഴും താമസമായിട്ടില്ല. അതിന് ഇനിയും ഒരു മാസം കൂടി പണികളുണ്ട്. അപ്പോൾ അവിടുത്തെ ജാള്യത മറച്ചുവെക്കാനാണ് ഇവിടെ DYFIക്കാരെ കൊണ്ട് കുടിൽ കെട്ടിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഈ അവസാന നിമിഷങ്ങളിൽ ഒരു പോർവിളികളിലേക്കും വാഗ്വാദത്തിലേക്കും എത്തുമ്പോൾ അത് ആർക്കാണ് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുക, ആർക്കാണ് നേട്ടമാവുക? വയനാട് മുണ്ടക്കൈ പുനരധിവാസം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു ദിവസം മുമ്പാണ് വലിയ ആഘോഷത്തോടു കൂടി തന്നെ അതിന്റെ ആ ഒരു ഉദ്ഘാടനം, കയറി താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ വീടുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷോക്കേസ് ചെയ്യാൻ LDF ശ്രമിച്ചിരുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ UDFിനെ സംബന്ധിച്ചോളം
ലീഗും കോൺഗ്രസുമാണ് പ്രഖ്യാപിച്ചത്. ലീഗ് 100 വീട് പ്രഖ്യാപിച്ച 51 വീടും ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി തന്നെ പൂർത്തീകരിച്ച് കൈമാറിയെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ആദ്യഘട്ടത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിയാതിരിക്കുകയും തുടർന്ന് പെട്ടെന്ന് ഭൂമി കണ്ടെത്തി അവിടെ തറക്കല്ലിടുക എന്നൊരു നടപടി മാത്രമാണ് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതേസമയം തന്നെ ഒരു സമയത്ത് മുഖ്യമന്ത്രി ഒരു പക്ഷേ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത് ഉയർത്തിവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിന്. UDF മൊത്തത്തിലാണെങ്കിൽ അതില്ല എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ്സാണ് ചെയ്യാത്ത. ലീഗിനെ സംബന്ധിച്ചോളം പൂർണ്ണമായി തന്നെ വീടുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ വീടുകൾ കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുവുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ പോലും ഒരു വീട്ടിൽ പോലും കയറി താമസിക്കാൻ സർക്കാരിൻ്റെ പ്ലാനിൽ അത് 780 കോടിയോളം കയ്യിലുണ്ടായിരുന്ന സർക്കാർ 2 വർഷം എടുത്ത് നിർമ്മിച്ച വീട്ടിൽ ഇതുവരെയും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമായി ഉദ്ഘാടനം ചെയ്തതല്ല കഴിഞ്ഞില്ല. ഈ ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ നിർമ്മാണം തുടങ്ങാത്ത വലിയൊരു പ്രതിഷേധമായി മാറി. DUFI സമയത്തുള്ള അവിടെ കുടിൽ കെട്ടി സമരത്തിലേക്ക് പോയിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞത് അത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ ആട്ടി ഒട്ടിക്കുമെന്ന് പറഞ്ഞത് അവിടെ ഒരു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെയും മറ്റുമൊക്കെ ഒരു വികാരം ഉയർത്തേണ്ട ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അതൊരു വലിയ തോതിലുള്ള വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും പോയാലും സംശയിക്കാനിടയില്ല. അതേസമയം തന്നെ കോൺഗ്രസിന് മുന്നിൽ CPI ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എത്ര കോടി രൂപ നിങ്ങൾ പിരിച്ചു, ഈ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി പിരിച്ചു, എപ്പോഴാണ് നിങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പുറത്തുവിട്ടുകൊണ്ട് ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാനായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സർക്കാരിൻ്റെ അലംഭാവം കാരണം സ്ഥലം വെട്ടൽ വൈകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഞങ്ങളുടെ മുന്നിൽ ഇത്ര പൈസ കൃത്യമായിട്ടുണ്ട്, അത് ഞങ്ങൾ നൽകുമെന്നുള്ള കാര്യം മാത്രമേ പറയാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിന് പ്രതിരോധത്തിലാകേണ്ടി വരുന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായിട്ട് UDF ലീഗിന്റെ ശരി അസ്ലം, എന്തായാലും അസ്ലം സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ കോൺഗ്രസ് വീടുകളുമായി ബന്ധപ്പെട്ട വിവാദവും തർക്കവും എങ്ങനെ വികസിക്കും വരും നാളുകളിൽ എന്ന് കാത്തിരുന്ന് കാണാം.